ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. ഇസ്രായേൽ ഇറാൻ യുദ്ധഭീതിയിൽ വിവിധ രാജ്യങ്ങളുടെ വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. അഹമ്മദാബാദ് വിമാന ദുരന്ത ഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തി. വാക്കുകൾക്ക് അതീതമായ ദുഃഖം രേഖപ്പെടുത്തി. $-നെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ആദ്യ വ്യാപാരത്തിൽ 86.20 കുറഞ്ഞെങ്കിലും കേന്ദ്ര ബാങ്കിന്റെ ഇടപെടൽ മൂലം 86.04 ഉയർന്നു. ഗ്യാൻ പോസ്റ്റ് എന്ന പേരിൽ തപാൽ സേവനം അവതരിപ്പിക്കാൻ ഒരുങ്ങി പോസ്റ്റൽ വകുപ്പ്. വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹിക, മത പുസ്തകങ്ങൾ താങ്ങാനാവുന്ന വിലയ്ക്ക് വിതരണം ചെയ്യുന്നതിനായാണ് പദ്ധതി. ISSF ലോകകപ്പ് 2005 വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസ് ഇനത്തിൽ ഇന്ത്യൻ ഷൂട്ടർ സിഫ്റ്റ് കൗർ സമറ വെങ്കല മെഡൽ നേടി. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ നിന്നും 13ാം വകുപ്പ് ഒഴിവാക്കി നിയമം ഭേദഗതി ചെയ്തതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി. വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ട രഞ്ജിതയുടെ കുടുംബത്തിനൊപ്പമെന്നും വേർപാട് ഏറെ വേദനാജനകമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്കായി യോഗം ചേർന്നു.